How hot is Kochi? How? Hot is Kochi. So hot. ചൂട് വളരെ കൂടുതലാണ്. വെള്ളമൊക്കെ ഒരുപാട് കുടിക്കണം. ഞാൻ 2-3 കുപ്പിയൊക്കെ വെള്ളം കൊണ്ടുവന്ന് കുടിക്കണേണ്. നല്ല രക്ഷയുള്ളു. പിന്നെ കൊച്ചിയിൽ ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ചൂടിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷർട്ടൊക്കെ 4 മണിയാകുമ്പോഴല്ല ചാണാൻ പോലെ അത്രയ്ക്ക് വിയർപ്പും എല്ലാം കൂടി ഇടാൻ പറ്റില്ല. 4 മണിയാകുമ്പോൾ തന്നെ ഈ ഷർട്ടിൻ്റെ കോലം മാറും. കൊച്ചിയിലൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ വെയിലിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ? സൺഗ്ലാസ് മാത്രം സ്പെക്സ് ചെയ്യും. സ്പെഷ്യൽ ആണോ? പോൾട്ടേജ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല. എന്തിൻ്റെയാണ്? ഡോക്ടർ ഷീതിന്റെ സൺസ്ക്രീൻ. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, ജ്യൂസൊക്കെ കുടിച്ച്. ഇത്ര ഒരു ചൂടത്ത് നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ഈ ചൂട് കാരണമുള്ള സ്കിന്നിലുള്ള ചെറിയ ചെറിയ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എറണാകുളത്ത് ഭയങ്കര ചൂടാണ്. സിറ്റി ഫുൾ ബിൽഡിങ്ങും കാര്യങ്ങളും മൊത്തം വന്നിട്ട് കംപ്ലീറ്റ് ചൂടാണ്. എല്ലാവരും ഇപ്പൊ എ സിക്ക് ഡിസ്കൗണ്ട് ആണ് അതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എ സി വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എ സി വാങ്ങണ ആ ഒരു ടൈമിലുള്ള ചൂട് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ ഗ്യാസസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻവയോൺമെന്റിന് ഒരു കേടാണത്. പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. അവരവരുടേതായ രീതിക്ക് അവരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ അതുപോലെ റെഫ്രിജറേറ്റർ ഇതിൽ നിന്നൊക്കെ ഗ്യാസസ് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ കൺസംഷൻ ഒന്ന് കുറക്കുക. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരുപാട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്ത എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ സണ്ണിൻ്റെ ചൂടെല്ലാം അത് ട്രാപ്പ് ചെയ്ത് വെക്കും ഭൂമിയിൽ തന്നെ. അങ്ങനെ ഭൂമി ചൂടായി വരുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് വേൾഡ് ലീഡേഴ്സ് ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് ലീഡേഴ്സിനെ ആരെങ്കിലും അറിയോ? ബിൽഗേറ്റ്സിനെ പറ്റി അറിയാം. ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരാള് ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരാളാണ്. പിന്നെ ബിൽഡിംഗ് കൊണ്ടുണ്ടാവുന്ന ചൂടിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പുള്ളി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അതൊക്കെ അറിയുള്ളൂ. Climate change is real. സെലിബ്രിറ്റീസ് ഇത് ഏറ്റെടുത്ത് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡികാപ്രിയോ ആക്ടർ അവൻ എന്നെ ഓസ്കർ മേടിച്ചപ്പോൾ സംസാരിച്ച തന്നെ ഈ ഒരു ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ചൊക്കെ തന്നെയാണ്. It is the most urgent threat facing our entire species. Let us not take this planet for granted. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ഓഫ് ഓൾ മരങ്ങളൊക്കെ ഒന്ന് നട്ടുപിടിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഇപ്പൊ ടെറസിൽ നല്ല ചൂട് തന്നെ ടൈം, ആ ടൈമിൽ നമ്മൾ അവിടെ ചെറിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തണുപ്പും ഉണ്ടാകും, നമുക്ക് നല്ലതുമാണ് അതൊക്കെ. Today's UN report details the relentless advance of climate change on every continent. The world's glaciers shrinking at a dramatic pace right before our eyes. മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലൊരു മഴ വന്നേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ റെയിൻ തന്നെയാണ്. എത്രയോ നാളായി കൊച്ചി മഴ കണ്ടിട്ട്. ഇത്ര സൂപ്പർ ആംബിയൻസും വേറെ ഫീൽ തന്നെയാണ്. ഒരു ഇത്രയും ചൂടത്ത് ഇതുപോലൊരു മഴ, മരുഭൂമിയിലെ മഴ പോലെ ഇത്രയും ഒരു ഫീലുണ്ട്. ഇങ്ങനത്തെ ഒരു മഴ കുറേ നാൾ ശേഷമാണ് ഇങ്ങനത്തെ ഒരു മഴ വന്നത്. അതും നല്ല മഴയാണ്.